ആലപ്പുഴ പള്ളിപ്പടുക്കത്തുള്ള മങ്കടമലയിൽ ശക്തമായ തീപിടുത്തം. ഹെക്ടർ കണക്കിന് ഭൂമിയിലെ സസ്യജാലങ്ങളും പുല്ലും ഇതിനകം അഗ്നിക്ക് ഇരയായി കഴിഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് മലമുകളിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ കാറ്റ് വീശുന്നത് തീ വേഗത്തിൽ പടരാൻ കാരണമാകുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ സങ്കീർണമാക്കുന്നു. വിവരം ലഭിച്ച ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം ആരംഭിച്ചെങ്കിലും ഇതുവരെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഇരുൾ വീണതും കാറ്റിന്റെ വേഗതയും കാരണം തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ദുഷ്കരമായി തുടരുകയാണ്. $35 ലക്ഷം തട്ടിച്ചെന്ന പരാതിയിൽ മെന്റലിസ്റ്റ് ആദിക്കെതിരെ കേസ്. കൊച്ചി സ്വദേശിയുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇൻസോംനിയ എന്ന പ്രോഗ്രാമിന്റെ പേരിൽ പണം തട്ടിയെന്നാണ് കേസ്. സംവിധായകൻ ജിസ്ജോയും പ്രതിപട്ടികയിലുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേസുമായി ബന്ധമില്ലെന്ന് സംവിധായകൻ ജിസ്ജോയി പറഞ്ഞു. കേസിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പയ്യന്നൂരിലെ മുതിർന്ന CPM നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാക്കി രാഷ്ട്രീയ കേരളം. ഫണ്ട് തിരിമറി ആരോപണം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. വി കുഞ്ഞികൃഷ്ണന്റേത് ഗുരുതരമായ വെളിപ്പെടുത്തലാണെന്നും CPMന് കോടതി ഉള്ളതുകൊണ്ട് ഇതൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ലെന്നും VD സതീശൻ പറഞ്ഞു. ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. 2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബ് പ്രവർത്തകരെ വഞ്ചിച്ചുവെന്നാരോപിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. NDAയുമായി സഖ്യമുണ്ടാക്കാനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്നും വോട്ടർമാരുടെ ജാതിമത വിവരങ്ങൾ ശേഖരിച്ച് BJPക്ക് കൈമാറിയെന്നും വാർത്താ സമ്മേളനത്തിൽ ഇവർ ആരോപിച്ചു. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ്, ഐക്യനാട് പഞ്ചായത്ത് മുന്നംഗം ജീൻമാവേലി, മഴവന്നൂർ പഞ്ചായത്ത് കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ 2020 വിടുമെന്നും കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി എത്തിയ വേദിയിലും പരിഭവം മറയ്ക്കാതെ R ശ്രീലേഖ. മുൻ DGPയും BJP കൗൺസിലറുമായ R ശ്രീലേഖ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ നിന്നും ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ വൈറലാവുകയാണ്. തിരുവനന്തപുരത്ത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രധാനമന്ത്രി എത്തിയിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ പരിപാടിയുടെ വേദിയിൽ നിന്ന് ശ്രീലേഖ വിട്ടുനിൽക്കുകയായിരുന്നു. വേദിയിൽ മറ്റ് BJP നേതാക്കളെല്ലാം പ്രധാനമന്ത്രി മോദിയോട് സംസാരിക്കുന്നതും കൂടെ നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രിയുടെ അടുത്തുപോലും പോകാതെ മാറി നിൽക്കുകയായിരുന്നു R ശ്രീലേഖ. മറ്റു നേതാക്കൾ മോദിയെ യാത്രയാക്കുമ്പോഴും ശ്രീലേഖ മാറി നിൽക്കുകയായിരുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടു. കോന്നി മാമ്മൂട് വെച്ചാണ് അപകടമുണ്ടായത്. കളക്ടർ ഉൾപ്പെടെ കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത്. കളക്ടർ പ്രേംകൃഷ്ണൻ, ഡ്രൈവർ കുഞ്ഞുമോൻ, ഗൺമാൻ മനോജ് എന്നിവരെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണ്. നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്കും ആവാസ് യോജന വഴി വീട് കിട്ടിയെന്നും മോദി പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്ത് സംസാരിക്കുകയായിരുന്നു മോദി. എന്റെ സുഹൃത്തുക്കളെ ഇന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. അടുത്ത 4 ദിവസങ്ങളിൽ ബാങ്കുകൾ അടഞ്ഞുകിടക്കും. ശനിയും ഞായറും റിപ്പബ്ലിക് ദിനവും ബാങ്കുകൾക്ക് അവധിയാണ്. പിന്നാലെ ജനുവരി 27-ന് ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുകയാണ്. അതിനാൽ തുടർച്ചയായി 4 ദിവസം ബാങ്ക് ഇടപാടുകൾ നടത്താനാവില്ല. ATMകൾ പ്രവർത്തിക്കുമെങ്കിലും പണിമുടക്ക് ദിവസം പണം നിറയ്ക്കുന്ന ജോലികളിൽ തടസ്സം നേരിട്ടേക്കാം. ഗണേഷ് കുമാർ ചാണ്ടി ഉമ്മൻ തർക്കത്തിൽ ഇടപെടാൻ കോൺഗ്രസ്. ഗണേഷ് കുമാർ അന്തരിച്ച നേതാവിനെതിരെ അവാസ്തവം പ്രചരിപ്പിക്കുന്നുവെന്നും അത് ശക്തമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നും നേതൃത്വം പറയുന്നു. മരിച്ചിട്ടും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാനുള്ള ശ്രമം നോക്കി നിൽക്കില്ല കോൺഗ്രസ് വ്യക്തമാക്കി. ഗണേഷ് ഉമ്മൻചാണ്ടിയോട് നെറുകേട് കാണിച്ചെന്നും ഉമ്മൻചാണ്ടി അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചഴിച്ചെന്നും വിമർശനമുണ്ട്. അവസാന നിമിഷം വരെ ഉമ്മൻചാണ്ടി ഗണേഷിനോട് മാന്യതയാണ് കാണിച്ചതെന്നും എന്നാൽ ഗണേഷ് കുമാറിൽ നിന്നും അത് ഉണ്ടായില്ലെന്നും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു.
5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ തള്ളവിരൽ അറ്റുപോയ സംഭവത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവ് ആരോപിച്ച് മാതാപിതാക്കൾ രംഗത്തെത്തി. പന്നിത്തറം സ്വദേശികളായ ജിത്തു ജിഷ്മ ദമ്പതികളുടെ കുഞ്ഞിനാണ് ആശുപത്രി ജീവനക്കാരുടെ അശ്രദ്ധ മൂലം വിരൽ നഷ്ടമായതെന്ന് പരാതി. ബുധനാഴ്ച പുലർച്ചെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സംഭവം നടന്നത്. വിഷയം തങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ആശുപത്രി ജീവനക്കാർ ശ്രമിച്ചുവെന്നു കുടുംബം ആരോപിക്കുന്നു. ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ നൽകുന്നതിനായി കുഞ്ഞിനെ NICയിലേക്ക് കൊണ്ടുപോയ സമയത്ത് കയ്യിലെ പ്ലാസ്റ്റർ ബ്ലേഡ് ഉപയോഗിച്ച് മാറ്റുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഈ സമയത്ത് അശ്രദ്ധ മൂലം കുഞ്ഞിന്റെ തള്ളവിരൽ മുറിയുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്.